ഹായ്. ഇന്ന് ചിരട്ട കൊണ്ടൊരു അടിപൊളി സാധനമാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ രാവിലെ എണീറ്റേ ഉള്ളു കേട്ടാ. എണീറ്റ് ഉടനെ തുടങ്ങിയതാണ്. ജോലിയൊന്നുമില്ല. ഇതുപോലത്തെ കുറെ റിങ്ങുകൾ വെട്ടിയെടുക്കണം. ഇത് വെച്ചിട്ട് ചെയ്യാനാണ്. അപ്പൊ ഇത് രണ്ടെണ്ണം കട്ട് ചെയ്യുന്നത് അതാണ്. ഇത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചതാണ്. എന്താണ്ടേ, ഇതാണ് നമ്മളെ ഇരിക്കുന്ന സാൻഡ് പേപ്പർ. എല്ലാം ഞാൻ യൂസ് ചെയ്തതാണ് കേട്ടോ. എല്ലാം തുണ്ട് പേപ്പറുകളാണ്. ഇതും പിന്നെ അതാണ്ട് ഈ ആക്സ ബ്ലേഡും ഈ സാധനങ്ങളൊക്കെയാണ് നമ്മൾ ഈ ചിരട്ട പണിക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളെ സ്ഥിര സാധനം ആയുധം കത്തി. അതാ ഇതുമുണ്ട്, ഒരു ഫ്രെയിമും ഉണ്ട്. ഇതൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലാതെ വേറൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ കാണിക്കുന്ന ഈ സാധനങ്ങൾ മാത്രമേ നമ്മൾ ഈ ചിരട്ടയുടെ പണിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങളാണ്. പിന്നെ നമ്മളെ കയ്യും, അല്ലാതെ വേറെ ടൂൾസ് ഒന്നും ഇല്ല. കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, നമ്മളിത് പല ടൂൾസും വെച്ചിട്ടാണോ ചെയ്യുന്നതെന്നൊക്കെ. ഒന്നുമല്ല കേട്ടോ, ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറമൊക്കെ നല്ലപോലെ ഒന്ന് വൃത്തിയാക്കി എടുക്കണം. പൊടി നമുക്ക് ആവശ്യമുള്ളതാണ് ഒട്ടിക്കാൻ. ഇതൊത്തിരി നല്ല കട്ടിയുള്ള ചിരട്ട ഒക്കെയാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഇത് കാണുമ്പോൾ മനസ്സിലാവും. എന്താ, നല്ല അത്യാവശ്യം നല്ല കട്ടിയുണ്ട് ഈ ചിരട്ടയ്ക്ക്. അതുകൊണ്ട് ഇത് കട്ട് ചെയ്ത് എടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പെട്ടെന്ന് കട്ടായി വരത്തില്ല. ഹായ്, ഹലോ കൂട്ടാരെ. അങ്ങനെ ഹായ് പറ. ഹായ് ഹലോ കൂട്ടുകാരെ പറ. ഹലോ കൂട്ടുകാരെ. അല്ല കൂട്ടുകാരെ. ഹായ്. രണ്ടെണ്ണം മതിയോ? ഇനി ഇതില് എന്നെ കൊണ്ട് പിടിക്കാൻ പറ്റൂല. ഈ പേപ്പറിൽ വരച്ചു വെച്ചിരിക്കുന്നില്ലേ, അത് ഇതിലോട്ടൊന്ന് വലുതായിട്ട് വരച്ചെടുക്കണേ. കാണിച്ചു തരാം, വരച്ചിട്ട് കാണിച്ചു തരാം. ആ ഒരു മോഡലിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് എത്താനാണ് പാട്. റൗണ്ട് ഞാൻ വെട്ടി എടുത്താൽ മതി. അതിന്റെ ചുറ്റും അങ്ങനെ വെക്കണോ? തല ഇങ്ങനെ റൗണ്ട്. നമ്മളിന്ന് ഇതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ ഒരു കാൻഡിൽ വരും, ഇവിടെ ഒരു കാൻഡിൽ വരും. ഇതാണ് ആ മാമൻ കാൻഡിൽ കൊണ്ടിരിക്കുന്നത്. മാമന് കാനമൊന്നുമില്ല, ഫുഡൊന്നും കൊടുക്കാറില്ല. ഈ ഒരു ഇതാണേ, ഇതിങ്ങനെ വരച്ചെടുത്തേക്കാണ്. ഇതേപോലെ ഉണ്ടാക്കി എടുക്കണം. കാണിച്ചു തരാം. അപ്പോഴത്തേ നമ്മളിത് ഇങ്ങനെ ഒരു ചിരട്ട കൂടി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചിരട്ട നമ്മളിങ്ങനെ തന്നെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാൻഡിൽ ഹോൾഡർ ഇതിന് മുകളിലേക്ക് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിന് മുകളിൽ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അത് ഈ ഒരു 4 ചിരട്ടയുടെ പീസുകൾ നമ്മളിത് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിച്ചിട്ട് അതൊന്ന് തേച്ച് ഒന്ന് ഷേപ്പാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഈ 2 വട്ടങ്ങൾ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ കയ്യിലൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോഴേ ഇതുപോലെ ഒരു വലിയ വട്ടവും അതിനേക്കാളും വലിപ്പം കുറഞ്ഞ കുഞ്ഞു വട്ടവും കൂടി വെട്ടിയെടുത്തിട്ട് ഇതേ ഇങ്ങനെ ഒന്ന് ചേർത്ത് വെച്ചുകൂടി നമ്മൾ ചിരട്ടപ്പൊടിയിട്ട് ഒട്ടിച്ചിട്ട് അത് നന്നായി തേച്ചെടുക്കുന്നുണ്ട്. അപ്പം നമ്മളിതേ ആ ഒരു 4 വട്ടം ഉണ്ടല്ലോ ഒട്ടിച്ചെടുത്താൽ അതും തേച്ചെടുത്താൽ ഇതുപോലെ എടുത്ത് ആ 2 വട്ടത്തിന് മുകളിലില്ലേ അതിലേക്ക് വെച്ച് ഒട്ടിക്കുമ്പോൾ അത് ഇതുപോലെ കിട്ടും. ഇപ്പം കണ്ടില്ല, ആ ഒരു തൊപ്പിയുടെയൊക്കെ ആ ഒരു മോഡലാണ്. അപ്പോൾ നമുക്ക് ആ തലയിലേക്ക് വെച്ച് കൊടുക്കാനാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ അതിന് മുകളിലോട്ട് നമ്മളിത് ഇതിങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. കൈയുടെ പോർഷനിൽ ക്യാൻഡിൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വട്ടങ്ങൾ കൂടി ഒട്ടിച്ച് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മൾ വാർണിഷും കൂടിയൊക്കെ അടിച്ചെടുക്കുമ്പോഴത്തേക്കും കാര്യം സെറ്റാവും. ഇനി ഇത് വാർണിഷ് അടിച്ചിട്ട് 2 ക്യാൻഡിൽസും കൂടിയൊക്കെ ഹോൾഡ് ചെയ്ത് കൊടുത്തപ്പോൾ അത് അടിപൊളിയായില്ലേ, കൊള്ളാവോ? ഹലോ, അപ്പോഴേ നമ്മളിന്ന് ഈ ചിരട്ട വെച്ചിട്ട് വേറൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ ചിരട്ട അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ, നല്ല വലിയ ചിരട്ടയാണ്. നല്ല വലുതെന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കൈ പിടിക്കുമ്പോൾ തന്നെ നല്ല വലിയ ചിരട്ടയാണ്. അതേപോലത്തെ ചിരട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചിരട്ട വെച്ചിട്ട് അടിപൊളി ഒരു സാധനം ഉണ്ടാക്കാനാണ്. അപ്പം നമുക്ക് ആദ്യം നമുക്കിത് ഇങ്ങനെ ചേർത്ത് വെച്ച് ഒട്ടിക്കാനുണ്ട്. ഒട്ടിക്കുമ്പോഴത്തേക്കും ഈ ഒരു വായൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തേച്ച് ലെവൽ ചെയ്തതിന് ശേഷം ഇതിങ്ങനെ ഒട്ടിച്ചെടുക്കണം. പിന്നെ നമ്മളെപ്പോഴും ചെയ്ത് കണക്ക് ഇതിൻ്റെ പുറത്തുള്ള ഇതൊക്കെ ഒന്ന് തേച്ച് കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കണം. ആദ്യം നമുക്കിതിൻ്റെ പുറത്തുള്ള ഈ ഒരു ഇതൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കാം. കത്തി വെച്ചിട്ട് ഇതിൻ്റെ പുറത്ത് ഇതൊക്കെ ഒന്ന് ചുരണ്ടി തന്നെ ഇങ്ങനെ ഒന്ന് ചുരണ്ടി കളഞ്ഞ് അതങ്ങളായി പോകും. ഇതിൻ്റെ കളഞ്ഞിട്ട് നമുക്ക് നല്ലപോലെ സാൻഡ് പേപ്പറിനൊന്ന് തേച്ച് വൃത്തിയാക്കി എടുക്കും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് ഫിനിഷ് ചെയ്തിട്ട് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഒട്ടിക്കണം. കത്തിക്ക് ഇതുപോലെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ട് നമ്മളത് ഈ സാൻഡ് പേപ്പർ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം. ഇത് മറ്റേ പോർഷനാണ്. ഇത് ഇത്തിരി നല്ല രീതിക്ക് ഉണ്ട് കേട്ടോ. ഇത് ചുരണ്ടി എടുക്കുമ്പോഴത്തേക്കും ഇത്തിരി ടൈം എടുക്കും. ഇതിങ്ങനെ ചെത്തിക്കളയുന്ന അത്രയും ഉണ്ട്. ഉണ്ടോ, ചെത്തിക്കളയുന്ന അത്രയും ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ഈ വാവട്ടം ഒന്ന് നല്ലപോലെ തേച്ചെടുക്കണം. അല്ല, ഇതിനകത്തുള്ള ഈ കറുത്ത സാധനം ഉണ്ടല്ലോ, ഇത് ചുരണ്ടി കളയണം ഫുള്ളും. അത് ക്ലീൻ ചെയ്തോണ്ടിരിക്കണേ. ഇതിലുണ്ട് പുതിയ സാൻഡ് പേപ്പർ വാങ്ങിച്ചു നമ്മളെ ഇരുന്നാണ്ട് ഇത് പഴയതൊക്കെ ഇതിന്റെ ഇതാണ് 100-ൻ്റെത്. ഇത് 80-ൻ്റെത്. 80 വാങ്ങിച്ച് 100 വാങ്ങിച്ചു. ഇത് രണ്ടും ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ഒട്ടിക്കണം. ഓക്കെ, ഈ പശ ഇട്ടിട്ടാണ് ഒട്ടിക്കുന്നത്. കുറെ പേര് കമന്റിൽ ചോദിക്കുന്നുണ്ട്. ഇതാണ് വുഡ് ഫില്ല്. പൊടി എടുത്തിട്ട് ഇനി ഇത് തേക്കണം. തേച്ചിട്ട് കണ്ട ഈ ഒരു സാധനങ്ങളൊക്കെ തേച്ച് നല്ല അടിപൊളി ലെവലാക്കി എടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെയൊക്കെ തേച്ചെടുത്തിട്ട് നമ്മൾ ഇതാണ്ട് ഇതിൻ്റെ താഴെയും മോളും ഇങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതാ ഈ ഒരു അടപ്പൊക്കെ വെച്ച് ഒന്ന് വരച്ച് കൊടുത്തിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നത്. നല്ലതുപോലെ ഒന്ന് അക്സബ്ലേഡിന് കട്ട് ചെയ്ത് മാറ്റും. ഇതുപോലത്തെ ഒരു ചിരട്ട ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഇത് ക്ലീൻ ചെയ്തെടുക്കും. അത് കട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അപ്പോൾ അതിന് മുകളിലോട്ട് വെച്ച് കൊടുക്കുന്ന ടോപ്പ് പോർഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്തെടുത്ത പീസ് തന്നെ അങ്ങനെ തിരിച്ച് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മളാകെ വെട്ടിയെടുത്ത പീസ് തന്നെ തിരിച്ച് വെച്ചാണ് ഒട്ടിച്ചത്. അപ്പോൾ ഇനി ഇവിടെയൊക്കെ നല്ല രീതിക്ക് തേച്ച് വൃത്തിയാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വരും. തേച്ച് വൃത്തിയാക്കി എടുക്കണം. ഇനി അത് നല്ലതുപോലെ തേച്ച് ഫിനിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ ടോപ്പിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സാധനമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് കേട്ടോ. ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിൻ്റെ ടോപ്പിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആ വാവട്ടം ഇങ്ങനെ ഒന്ന് വരച്ച് വെട്ടിയിട്ടാണ് കേട്ടോ നമ്മളത് ഇങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ച് കൊടുക്കുന്നത്. നമുക്ക് ചായയോ വെള്ളമൊക്കെ ഒഴിക്കണ്ടേ. കണ്ട ഇതുപോലെ പൊടിയിട്ടെടുത്ത് ഇനി നമ്മൾ ഇവിടെ തേച്ച കണക്ക് തന്നെ ഇവിടെയും തേച്ച് നല്ല അടിപൊളിയാക്കി എടുക്കണം.
ഇനി ഇതിൽ പിടിയും കൂടി ഇട്ടെടുക്കണം. അപ്പോൾ ദേ ഇനി അത് തേച്ച് വൃത്തിയാക്കിയിട്ട് നമ്മളൊരു പിടി കൂടി ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പിടി ഇതുപോലെ ഒരു ചിരട്ടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ വെട്ടിയെടുത്തത്. അതും കൂടിയൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ വാർണിഷൊക്കെ അടിച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ടേ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? അപ്പം അതെ നമ്മുടെ ജഗ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. സൂപ്പർ അല്ലേ ഇത്, അടിപൊളിയായിട്ടില്ലേ? അപ്പം ഈ സാധനം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയതാണ് കേട്ടോ. മുന്നേ ഉണ്ടാക്കിയ ഒരു കപ്പാണ്, ചായ കപ്പ്. അപ്പം നമുക്കതിൽ ചായ ഒഴിച്ച് കുടിക്കാം. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ?